إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യം എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഭൂമിയിലെ നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും മൂല്യമേറിയ സമ്പാദ്യമാണ് നമ്മുടെ മക്കൾ. അവരെ ഒരു ലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്നവരാകണം നമ്മുടെ മക്കൾ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അവിടെ നമ്മൾ ഇടപെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ വളർത്തുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് മക്കളോടുള്ള
കടമകൾ ഒന്നും നിർവഹിക്കാതെ, അവർക്ക് കൊടുക്കേണ്ട തർബിയത്തുകൾ കൊടുക്കാതെ, അവസാനം മക്കൾ വഴിപിഴക്കുമ്പോൾ, തങ്ങൾക്കെതിരാകുമ്പോൾ വിരൽ കടിക്കുന്ന അല്ലെങ്കിൽ കൗൺസിലർമാരുടെ മുമ്പിൽ എത്തിച്ചേരുന്ന അവസ്ഥകൾ, അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ രക്ഷിതാക്കൾക്ക് മക്കളോടും മക്കൾക്ക് രക്ഷിതാക്കളോടും ഒക്കെ കടമകളും ബാധ്യതകളും ഉണ്ട് എന്നാണ് ഇസ്ലാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു വരുന്നത്. ഇവിടെ മക്കളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശങ്ങൾ, അതിലൊന്ന് നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ വചനമാണ്. അവിടെ ഖുർആൻ പറഞ്ഞിരിക്കുന്ന അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സീനത്ത് എന്ന പ്രയോഗം, മക്കളും സമ്പാദ്യവും സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിലെ ഈ ഇഹലോക ജീവിതത്തിലെ അലങ്കാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബനൂൻ, സന്താനങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞ സൂറത്തു അൻഫാലിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. സീനത്ത് എന്ന് പറഞ്ഞ അതേ മക്കൾ, ഒരു വേള നിങ്ങൾ അറിയണം, നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ മക്കളും ഫിത്ന, അതൊരു പരീക്ഷണമായി മാറിയേക്കാം. അപ്പൊ സീനത്ത് എന്ന പ്രയോഗം, ഫിത്ന എന്ന പ്രയോഗം, അതേപോലെ സൂറത്തു തഗാബുനിലെ 14-ാമത്തെ ആയത്തിൽ മറ്റൊരു പ്രയോഗമാണ് നടത്തിയത്. ഇതൊക്കെ ഒരു പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വ്യത്യസ്ത അവസ്ഥകൾ മക്കളുമായി ബന്ധപ്പെട്ടുണ്ടാകാം. അവിടെ തഗാബുനിൽ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അദുവുണ്ട്, ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. അപ്പൊ അദുവ് എന്ന പ്രയോഗമാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമക്ക്, നൂഹ് നബി അലൈഹിസ്സലാമക്ക് മകൻ ശത്രുവായിരുന്നു അല്ലെ, ലൂത്ത് നബിക്ക് തന്റെ ഭാര്യ ശത്രുവായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇണകളിലും മക്കളിലും ഒക്കെ അദുവുണ്ടാകാം. എന്നാൽ വിശുദ്ധ ഖുർആൻ നടത്തിയ മറ്റൊരു പ്രയോഗം സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്ത് മക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇബാദുർ റഹ്മാനിന്റെ ഒരു പ്രാർത്ഥനയിൽ നടത്തിയ പ്രയോഗം ഖുർറത്തു അഅ്യുൻ എന്നാണ്. കണ്ണിന് കുളിർമ നൽകുന്ന മക്കൾ, കൺകുളിർമ നൽകുന്ന മക്കൾ. ഇങ്ങനെ 4 പരാമർശങ്ങളാണ് ഖുർആനിലുള്ളത്. ഏതൊക്കെയാണ്? 1 സീനത്താണ്, അലങ്കാരമാണ്. 2 ഫിത്നയാണ്, പരീക്ഷണമാണ്. 3 അദുവാണ്, ശത്രുവായി ഒരുപക്ഷെ മാറാം. മതം വിട്ടവരും അതേപോലെ തന്നെ അത്തരം വഴികളിൽ സഞ്ചരിക്കുന്നവരും പലപ്പോഴും മുസ്ലിം കുടുംബങ്ങളിൽ ആദർശപരമായി ശത്രുതാ മനോഭാവത്തിൽ പല കുട്ടികളും മുന്നോട്ട് പോവുകയാണ്. അതേപോലെ അവസാനം പറഞ്ഞത് ഖുർറത്തു അഅ്യുനാണ്. ഇതിൽ 4 നമുക്ക് കൺകുളിർമയായി നമ്മുടെ മക്കൾ നമുക്ക് മാറേണ്ടതുണ്ട്. എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഭൗതിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും നമുക്ക് കണ്ണിന് കുളിർമയുള്ള, സന്തോഷമുള്ള മക്കൾ നമുക്ക് ഉണ്ടാകണം. മരണത്തിന് ശേഷവും നമുക്ക് ഉപകാരം ലഭിക്കുന്ന വിഭവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ എന്ന് നമ്മൾ നിരവധി ഹദീസുകളിൽ കേട്ടതാണ്. ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടെ ഇൻഖത്അഅൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യം ഒഴികെ ബാക്കിയെല്ലാം അവനിൽ നിന്ന് മുറിഞ്ഞു പോകുമെന്നാണ്. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ അവനിൽ നിന്ന് 3 കാര്യം ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുകയാണ്. ഏതാണ് ആ 3 കാര്യം? ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖയാണ്, നിലനിൽക്കുന്ന സ്വദഖയാണ്. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അതേപോലെ ഉപകാരപ്രദമായ അറിവാണ്. 3-ാമത് റസൂൽ എന്ന് പറഞ്ഞത് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ഒരു മകൻ, ഒരു മകൾ, അത് മരണത്തിന് ശേഷവും തനിക്ക് ഉപകാരം ചെയ്യും. ഇങ്ങനെ മരണത്തിന് ശേഷവും നമുക്ക് ഉപകാരം ലഭിക്കുന്ന മക്കളായി നമുക്ക് എന്ത് ചെയ്യണം? മാറണം. അപ്പൊ അവിടെ മക്കൾ അനുകൂലമാകുന്നതിനും പ്രതികൂലമാകുന്നതിനും അവിടെ പാരന്റ്സിന്റെ പങ്ക് എന്നത് വളരെ വലുതാണ്. നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ നമ്മുടെ മക്കളുടെ ജീവിതവും മുന്നോട്ട് പോക്ക്, അതിൽ നമ്മുടെ ഇടപെടൽ ഏറ്റവും പ്രധാനമാണ്. അതിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അവരെ ഏത് രൂപത്തിലേക്ക് ആക്കി തീർക്കുന്നതും രക്ഷിതാക്കളാണ് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. കുട്ടിയെ അല്ലാഹു ജനിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ശുദ്ധ പ്രകൃതിയിലാണ്. അതിന് ഭാഷയിൽ പ്രയോഗിച്ച പദം ഫിത്ര എന്നാണ്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതിയിലാണ്. ഒരു ബ്ലാങ്ക് പേപ്പർ നമ്മൾ എടുത്തു നോക്കിയാൽ ആ ശുദ്ധ പ്രതലം, ഒരു വൈറ്റ് പേപ്പർ എങ്ങനെയുണ്ട്? ശുദ്ധ പ്രതലം. അവിടെ എന്താണോ നമ്മൾ വെക്കുന്നത്, എന്താണ് നമ്മൾ അവിടെ വരക്കാൻ ശ്രമിക്കുന്നത്, അതാണ് അവിടെ ഉണ്ടാവുക. അതേപോലെയാണ് നമ്മുടെ മക്കളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, ഫിത്രത്തോടു കൂടെയാണ്, നല്ല ശുദ്ധ പ്രകൃതിയോടെയാണ് ഓരോ കുഞ്ഞും
ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു ഫഅബവാഹു, എന്നാൽ അവന്റെ പാരന്റ്സ്, മാതാപിതാക്കൾ യുഹബ്ബിദാനിഹി, അവനെ ജൂതനാക്കുന്നു, ഔ യുനസ്സിറാനിഹി, അവനെ ക്രിസ്ത്യാനിയാക്കുന്നു, ഔ യുമജ്ജിസാനിഹി, അവനെ മജൂസിയാക്കുന്നു, അഗ്നി ആരാധകനാക്കുന്നു. അപ്പോൾ അവരുടെ ആദർശമാറ്റത്തിലും അവരുടേതായ ജീവിത ശൈലികളിലുമൊക്കെ മാറ്റം വരുന്നതിൽ ആരാണ് അവിടെ വലിയ റോൾ നിർവഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി ഇവിടെ പറഞ്ഞു. അവനെ ജൂതനാക്കുന്നത് അവന്റെ വാപ്പയാണ്, അവന്റെ ഉമ്മയാണ്. അവനെ ഏത് രൂപത്തിലാണെങ്കിലും അവനെ അവിടെ പാരന്റ്സിന് പങ്കുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ശുദ്ധ പ്രകൃതിയിൽ ജനിക്കപ്പെട്ട കുട്ടികൾ ഇഹപര ലോകത്ത് ഉപകാരപ്രദമായ മക്കളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങൾ. ആ ശുദ്ധ പ്രകൃതിയിൽ എവിടെയാണ് തിന്മകൾ കയറിക്കൂടിയത്, എവിടെയാണ് അവൻ ലഹരിയുടെ ലോകത്തേക്ക് എത്തിപ്പെട്ടത്. നമുക്ക് 100 കൂട്ടം പരാതികളാണ് മക്കളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ പറയുന്നത് പോലെ അവൻ കേൾക്കുന്നില്ല, ഇങ്ങോട്ട് തട്ടിക്കയറുകയാണ്. ഇങ്ങനെ 100 കണക്കിന് പരാതികളാണ് പലപ്പോഴും പാരന്റ്സ് പലപ്പോഴും ക്ലാസ് എടുക്കുന്ന ആളുകളോട്, പണ്ഡിതന്മാരോട്, കൗൺസിലർമാരുടെ മുമ്പിൽ വന്ന് പരാതികൾ ബോധിപ്പിക്കുന്നത്. നിരവധി പരാതികളാണ് മക്കളുമായി ബന്ധപ്പെട്ട്. ഒരു കുടുംബത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ലാത്തവരില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ അത്തരം വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ ഈ മക്കളുമായി ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഇവിടെ നല്ല ഒരു ഇണയെ തിരഞ്ഞെടുക്കണം എന്നിടത്താണ്. ഒന്നാമത് യഥാർത്ഥത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ് എന്നാണ്. മക്കൾ ഉണ്ടായതിനു ശേഷമല്ല, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ല, അതിന്റെ മുമ്പേ ആരംഭിച്ചു. അതുകൊണ്ടാണ് ഇസ്ലാമിക് പാരന്റിങ് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇണയെ തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ ശ്രദ്ധിക്കണം എന്നതാണ്. അവിടെ നമ്മുടെ ഭാര്യയാണ് നമ്മുടെ മക്കളുടെ ഉമ്മ. അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോൾ അയാളുടെ ദീനാണ് അവിടെ പരിഗണിക്കേണ്ടത്. കാരണം നമ്മുടെ മക്കളുടെ ഉപ്പ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് വലിയ പണ്ഡിതന്മാരുടെ പിന്നിൽ ചില ഉമ്മമാരുടെ കരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കേൾക്കുന്ന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയെ പോലെ മദ്ഹബിന്റെ ഇമാമുകൾ, അതേപോലെ അഹ്ലുസുന്നയുടെ വലിയ വലിയ പണ്ഡിതന്മാർ, അവരുടെ പിന്നിൽ പലപ്പോഴും നമ്മൾ കാണാതെ പോയ, ചരിത്രത്തിൽ നമ്മൾ അറിയപ്പെടാതെ പോയ ചില വനിതകളുടെ ഉമ്മമാരുടെ സാന്നിധ്യം നമ്മൾ കാണുകയാണ്. അവർ കൊടുത്ത ഉപദേശങ്ങൾ, അവർ കൊടുത്ത തർബീയത്തുകൾ, അവർ കൊടുത്ത അത്തരം നസീഹത്തുകളാണ് യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ രൂപപ്പെട്ടു വന്നത് എന്നാണ്. സത്യസന്ധതയുടെ കാര്യത്തിൽ, നല്ല സ്വഭാവത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തുന്നതിൽ, നല്ല കുടുംബം കെട്ടിപ്പടുക്കുന്നതിലും ഉമ്മയുടെ പങ്ക് വളരെ വലിയ പങ്കാണ്. ഏറ്റവും നല്ല മതബോധമുള്ള സ്ത്രീയെ ഭാര്യയായി തെരഞ്ഞെടുക്കൽ അവിടെ മക്കളോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം അവൾക്ക് ഇസ്ലാമികമായ മര്യാദകൾ പഠിപ്പിക്കേണ്ടത് അവളാണ്. ഇവിടെ ഒരു പണ്ഡിതന്റെ അബുൽ അസ്വദ് അദ്ദുവലി റഹിമഹുല്ലാഹി, അദ്ദേഹത്തിന്റെ മക്കളോട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹം മക്കളോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെറുപ്പത്തിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രായത്തിലും ജനനത്തിനു മുമ്പും ഞാൻ നിങ്ങൾക്ക് നന്മകൾ ചെയ്തിട്ടുണ്ട്. അബുൽ അസ്വദ് അദ്ദുവലി അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞാണ്. അപ്പൊ മക്കൾക്ക് ഒരു സംശയം, എന്താണ് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ചെയ്തത്? മക്കൾ വാപ്പയോട് ചോദിച്ചു, വാപ്പ എങ്ങനെയാണ് ഞങ്ങളുടെ ജന്മത്തിനു മുമ്പ് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് നന്മ ചെയ്തത് എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ആക്ഷേപിക്കപ്പെടേണ്ടതില്ലാത്ത വിധം ഒരു നല്ല ഉമ്മയെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അബുൽ അസ്വദ് അദ്ദുവലി അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞിരിക്കുന്നത്. അതിനാലാണ് ദീനുള്ളവളെ തെരഞ്ഞെടുക്കാൻ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, തുൻകഉൽ മർഅതു ലിഅർബഈൻ. 4 കാര്യങ്ങളുടെ പേരിൽ വിവാഹങ്ങൾ നാട്ടിൽ നടക്കാറുണ്ട്. ലിമാലിഹ, അവരുടെ സമ്പത്ത് മാത്രം പരിഗണിച്ച്, വലി ഹസബിഹ, അവളുടെ തറവാടിത്തം പരിഗണിച്ചുകൊണ്ട്, വലി ജമാലിഹ, അവളുടെ സൗന്ദര്യം പരിഗണിച്ചുകൊണ്ട്. ഇതൊക്കെ നഷ്ടപ്പെടുന്നതാണ്. കുടുംബത്തിൽ ഒരാൾ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്താൽ കുടുംബത്തിന്റെ പേരുദോഷം വന്നു, അതല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം അത് നശിക്കുന്നതാണ്, അല്ലെങ്കിൽ മാറിമറിയുന്നതാണ്. അതേപോലെ തന്നെ അവരുടെ സമ്പത്ത് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലി ദീനിഹ, 4ാമത് റസൂലുള്ളാഹി ദീൻ പരിഗണിച്ചുകൊണ്ട് നടക്കാറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഈ 4ൽ ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനിന് നിങ്ങൾ പരിഗണന കൊടുക്കണം. തെരിബത്തിയദ, നിന്റെ കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും ദീനിന് പരിഗണന കൊടുക്കണം. കാരണം വിയർക്കേണ്ടി വന്നാലും കഷ്ടപ്പെടേണ്ടി വന്നാലും ദീനാണെന്നും നിലനിൽക്കുന്നത്, മതമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ മകളെ ഏൽപ്പിച്ചു കൊടുത്തത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന ആ നല്ല മനുഷ്യന്റെ കൈകളിലാണ്.
അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം, അപ്പൊ ഒന്നാമത്തത് മക്കൾക്ക് വേണ്ടി നല്ലൊരു ഇണയെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, പലപ്പോഴും പരാതികളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത്, നമ്മൾ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ എത്ര ആളുകൾ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. പ്രശ്നം പറയും, ഇന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ അവന് ഇന്ന ഒരു പ്രശ്നമുണ്ട്, ഇന്ന കാര്യമുണ്ട്, അവന് മൊബൈൽ അഡിക്റ്റ് ആണ്, ഗെയിം അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇന്ന തെറ്റായ അവിഹിത ബന്ധങ്ങളുണ്ട് അവന്, അതേപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവനുണ്ട്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ, റിപ്പോർട്ട് ചെയ്ത പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ എത്ര ആളുകൾ വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യാറുണ്ട്. നമുക്ക് അമ്പിയാക്കളുടെ സഹാബത്തിന്റെ ഒക്കെ ചരിത്രം, അവർ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിലൂടെയാണ് അവർ മുന്നോട്ട് പോയത്. ഇവിടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക, സൂറത്ത് ഇബ്രാഹിം 35, അതേ നടത്തിയ പ്രാർത്ഥന എന്താ? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ആദ്യം ദുആ ചെയ്തത് എന്തിനാ? ആദർശത്തിന് വേണ്ടിയാണ്, തൗഹീദിന് വേണ്ടിയാണ്. മക്കളെ നന്നാക്കണം. അവിടെ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയെ തൊട്ട് നീ അകറ്റി നിർത്തുകയും ചെയ്യണമേ. ആരാണ് ഇബ്രാഹിം നബി? ഒരു ഉമ്മത്താണ്. വിഗ്രഹാരാധകർക്കെതിരിൽ, വിഗ്രഹങ്ങൾക്കെതിരിൽ അവിടെ വലിയ പോരാട്ടം നയിച്ച ഒരു സമൂഹം, ഒരു ഉമ്മത്തെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വന്തം വാപ്പ പോലും എതിരായിട്ടും വളരെ ശക്തമായ അവിടെ ദഅവ നടത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോലും പ്രാർത്ഥിച്ചെന്താണ്? മക്കളെ വിഗ്രഹാരാധനയിൽ നിന്ന് പടച്ചോനെ രക്ഷിക്കണേ എന്നുള്ളതാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി, എന്നെയും എന്റെ സന്താനങ്ങളെയും നീ നമസ്കാരം മുറപ്രകാരം കൃത്യമായി നിർവഹിക്കുന്നവരാക്കണമേ. അതാണ് അടുത്ത പ്രാർത്ഥന. എന്റെ മക്കളെയും എന്നൊക്കെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാക്കണമേ. ഒരു വാപ്പയുടെ പ്രാർത്ഥനയാണ്. എത്രയെത്ര പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ സക്കരിയ നബിയുടെ പ്രാർത്ഥന എന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. റബ്ബേ, എനിക്ക് ഏറ്റവും നല്ല സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താണ്? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ എനിക്ക് പ്രദാനം ചെയ്യണേ. മക്കളെ തരണേ എന്നൊരു നബിയും പ്രാർത്ഥിച്ചില്ല. മക്കളെ തരണേ എന്നല്ല ചോദിച്ചത്, സ്വാലിഹായ സന്താനത്തെ, ത്വയ്യിബായ സന്താനത്തെ, ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന സന്താനത്തെ തരണേ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്തിൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട ദുആയാണ്. എന്താണ് ദുആ? വല്ലദീന യഖൂലൂന, അല്ലാഹുവിന്റെ നല്ലവരായ അടിമകൾ അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് പ്രാർത്ഥിക്കുക? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ ഇണകളിൽ അതേപോലെ സന്താനങ്ങളിൽ ഖുർറത അയ്യുൻ, കൺകുളിർമ നൽകണമേ. ഈ പ്രാർത്ഥന അപ്പൊ ഉത്തരം ലഭിക്കുന്ന വിഷയത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത പ്രാർത്ഥനകളിൽ ഒന്നാണ് പാരന്റ്സിന്റെ പ്രാർത്ഥന. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ്. അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അല്ലാഹു സ്വീകരിക്കും. അതിനാൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്കെതിരെ പ്രാർത്ഥിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോ ദേഷ്യം പിടിക്കുന്ന സമയത്തായിരിക്കും, നമുക്ക് അനിഷ്ടകരമായ ഒരു കാര്യം കാണുന്ന ആ സമയത്തെ വൈകാരികതയിൽ ചിലപ്പോൾ പ്രാർത്ഥിച്ചു പോയതായിരിക്കും. ചിലപ്പോൾ ആ പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം കിട്ടും. അതാണ് ഭക്തനായ ദീനിയായ ജുറൈജ് എന്ന വ്യക്തി, നമുക്കറിയില്ലേ? അദ്ദേഹം മലമുകളിൽ ആശ്രമം കെട്ടി അള്ളാഹ്ക്ക് നിരന്തരം ഇബാദത്ത് ചെയ്ത ജുറൈജ്, അള്ളാഹുവിനോട് എത്ര അടുത്ത മുഖറബീങ്ങളിൽപ്പെട്ട ജുറൈജ്. എന്താ സംഭവിച്ചത്? ഉമ്മ 3 വട്ടം മല കയറി വന്നു, മകനെ വിളിച്ചു, നിസ്കാരത്തിലായിരുന്നു, ഉത്തരം നൽകാൻ പറ്റിയില്ല. പക്ഷെ ഉമ്മ ഒന്ന് എതിരായി പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനയുടെ റിസൾട്ട് അവിടെ കണ്ടു. അവിടെ ആളുകളാൽ മർദ്ദനമേൽപ്പിക്കപ്പെട്ടു, ആശ്രമം തള്ളിപ്പൊളിക്കപ്പെട്ടു, പക്ഷെ പിന്നീട് നിരപരാധിത്വം തെളിഞ്ഞു. പക്ഷെ ആ പ്രാർത്ഥനയുടെ ഉത്തരം അവിടെ നമ്മൾ കണ്ടു ആ സംഭവത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആത്മാർത്ഥമായി അനുകൂലമായാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും പ്രതികൂലമായ പ്രാർത്ഥന, ആ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് നശിക്കട്ടെ അല്ലെങ്കിൽ തൊലയട്ടെ, ആ നിലക്കുള്ള സംസാരങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ പിശാചിന്റെ ഉപദ്രവം മക്കളിൽ ഉണ്ടാകാതിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ അവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താണ് പ്രാർത്ഥന? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബിശ് ശൈത്താന മാ റസഖ്തന എന്ന പ്രാർത്ഥന. അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവേ, പിശാചിനെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റി നിർത്തേണമേ, ഞങ്ങൾക്ക് ഇതിലൂടെ നൽകുന്ന സന്താനങ്ങളിൽ നിന്ന് പിശാചിനെ അകറ്റി നിർത്തേണേ എന്നാണ്.
ആ സമയം മുതലേ നമ്മൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ബാധ്യത ഇണയെ തിരഞ്ഞെടുക്കുന്നിടത്താണ്. രണ്ടാമത്തത് ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മക്കളോട് കരുണയും ആർദ്രതയും കാണിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഭീതി ഉണ്ടാക്കുന്ന സ്വഭാവവും പെരുമാറ്റവും അല്ല, മറിച്ച് അവരോട് ആ സ്നേഹവും വാത്സല്യവും ആ കാരുണ്യം കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കൽ തന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുകയാണ്. ആ ചുംബിക്കുന്നത് അഖറ ബിനു ഹാബിസ് അത്തമീമി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇന്നലി അശറത മിൻ വലദിൻ, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ, അവരിൽ ഒരാളെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ചുംബിച്ചിട്ടില്ല, ചേർത്തു വെച്ച് ഒരു ചുംബനം ഞാൻ നൽകിയിട്ടില്ല പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലാ യർഹമു ലാ യുർഹം, ആര് കാരുണ്യം കാണിക്കുന്നില്ലയോ അവനോട് കാരുണ്യം കാണിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പൊ ധാരാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഖുതുബ പറയുന്ന സമയത്ത് പ്രവാചകൻ മിമ്പറിലാണ് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സഹാബികളൊക്കെ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകന്റെ പള്ളിയിലേക്ക്, ആ മദീനത്തെ പള്ളി നമുക്കറിയാം മണൽ ഉള്ള പള്ളിയാണ്. കുട്ടികൾ വരുമ്പോൾ വേച്ചാണ് അവര് വരിക. ഹസൻ, ഹുസൈൻ എന്നീ പേരക്കുട്ടികൾ റസൂലുള്ള കാണാണ്. അവരിങ്ങനെ വീഴുന്നു, അങ്ങനെ വേച്ച് അവരിങ്ങനെ വരികയാണ്. റസൂലുള്ളാക്ക് സഹിക്കാൻ പറ്റാതെ മിമ്പറിൽ നിന്നിറങ്ങി പ്രവാചകൻ അവരെ എടുത്തുകൊണ്ട് അവിടെ ചുംബിച്ച് പ്രവാചകൻ ചേർത്തു പിടിച്ച് വീണ്ടും മിമ്പറിൽ കയറി പ്രവാചകൻ ഖുതുബ തുടർന്ന സംഭവം ഹദീസുകളിൽ പ്രസിദ്ധമാണ്. അതേപോലെ നിസ്കരിച്ചു കൊണ്ടിരിക്കെ തന്റെ ചുമലിലേക്ക് പേരക്കുട്ടികൾ കയറിയപ്പോ പ്രവാചകൻ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. നമ്മളവിടെയൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, അവിടെ ദേഷ്യം പിടിച്ച് ഷൗട്ട് ചെയ്ത് ആ കുട്ടികൾ എന്ത് ചെയ്യും, അവിടെ ശരിയാക്കും. പക്ഷെ പ്രവാചകൻ അവർക്ക് വേണ്ടി സുജൂദ് ദീർഘിപ്പിച്ചു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോ നിസ്കാരം തന്നെ ചുരുക്കിയത് നമ്മൾ കഴിഞ്ഞൊരു ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. ആ നിലക്ക് നമുക്ക് കാരുണ്യവും ആർദ്രതയും മക്കളോട് കാണിക്കണം. പലർക്കും തമ്മിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഒരു +2 പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയോട് അവനെ തിരുത്താനുള്ള സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഏതെങ്കിലും കൂട്ടായ്മയുടെ ആളുകളോട് നിങ്ങൾ ഇന്ന ക്യാമ്പിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഉസ്താദിനോട് പറയുന്നു നിങ്ങളൊന്ന് അവനോട് സംസാരിക്കണം, കാരണം മൂപ്പർക്ക് സംസാരിക്കാനുള്ള വോയിസുകൾ നഷ്ടപ്പെട്ടു. നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു. തീർത്തും അകൽച്ചകൾ, മാനസികമായ അകൽച്ചകൾ വീടുകളിൽ ഉള്ളിൽ തന്നെ പാരന്റ്സും മക്കളും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് പറയാനും കാര്യങ്ങൾ നസീഹത്ത് കൊടുക്കാനൊക്കെ ഉള്ള ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തണം. അതേപോലെ മറ്റൊരു കാര്യം, 4ാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കൾക്കിടയിൽ തുല്യത കാണിക്കുക, നീതിയോടെ പെരുമാറുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നിലധികം മക്കൾ ഉണ്ടാകുന്നവർ അത് അനുഗ്രഹമാണ്. എന്നാൽ അവർക്കിടയിൽ നീതിയും തുല്യതയും പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് വലിയ ഗുരുതരമായ തെറ്റാണ്. നുഅ്മാൻ ഇബ്നു ബശീർ അദ്ദേഹം പിതാവ് റസൂലിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പറയാണ്, ഇന്നി നഹൽതു ഇബ്നി ഹാദാ ഗുലാമൻ, ഞാൻ എൻ്റെ ഈ മകനെ ഞാൻ എന്ത് ചെയ്തു, ഒരടിമയെ ഞാൻ ഹദിയയായി സമ്മാനമായി കൊടുത്തു, നൽകിയിട്ടുണ്ട് എന്ന് പ്രവാചകനോട് ഒരു കാര്യമായിട്ട് ആ വ്യക്തി പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അകുല്ല വലദിക നഹൽത മിസ്ലഹു, നിന്റെ എല്ലാ മക്കൾക്കും ഈ സമ്മാനം നൽകിയിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പൊ റസൂൽ പറഞ്ഞു ഫർജിഉഹു, എങ്കിൽ അവനെ ആ സമ്മാനത്തെ നീ തിരിച്ചെടുക്കുക. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക മക്കളുടെ കാര്യത്തിൽ. വഅദിലു ബൈന ഔലാദിക്കും, മക്കൾക്കിടയിൽ നീ നീതി പാലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിയോട് പ്രത്യേക സ്നേഹം, അവർക്ക് മാത്രം പ്രത്യേകം ഹദിയകൾ, സമ്മാനങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ സ്വത്ത് നൽകുന്നിടത്ത് വരെ അവിടെ വിഭജനങ്ങൾ, അതേപോലെ തന്നെ നീതി കൈവടിയുന്ന ഒരു ഫീലിംഗ് മക്കളിൽ ഉണ്ടായാൽ ഇത് വളരെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ, ഒരു പക്ഷേ മക്കൾ ആത്മാർത്ഥമായി വാപ്പാക്ക് വേണ്ടി നടത്തുന്ന ദുആയിൽ പോലും അവർക്ക് എന്ത് ചെയ്യാം, പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം വാപ്പ ഞങ്ങളോട് അനീതി കാണിച്ചു എന്ന് പിൽക്കാലത്ത് മക്കൾ പറയുന്ന അവസ്ഥകൾ വരെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ചിലരോട് മാത്രം സ്നേഹം കാണിക്കുക, മക്കൾക്കിടയിൽ അത് ശത്രുത ഉണ്ടാകാനും അതേപോലെ തന്നെ മാതാപിതാക്കളോട് സ്നേഹം കുറയാനും ഒക്കെ അത് കാരണമാകും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ല പേര് അവരെ വിളിക്കണമെന്നാണ്. നല്ല പേര് വിളിക്കണം, ട്രെൻഡുകൾ നോക്കിയല്ല, എവിടെയും കേൾക്കാത്ത പുതിയ പേരുകൾ നോക്കിയല്ല, മോശം അർത്ഥമുള്ള പേരുകൾ വിളിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ പേരുകൾ നല്ല അർത്ഥമുള്ളതാകണം, നല്ല അർത്ഥമുള്ള പേരുകൾ ആകണമെന്നതാണ്.
അതാണ് ഉത്തമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി തആല അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അള്ളാഹുവിന് പേരുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലയും അബ്ദുറഹ്മാനുമാണ്. അള്ളാഹുവിന്റെ അടിമ, പരമകാരുണികന്റെ അടിമ. അതേപോലെ അമ്പിയാക്കളുടെ പേരുകൾ, അതേപോലെ തന്നെ മുഹമ്മദ്, അഹ്മദ് എന്ന രൂപത്തിലുള്ള പേരുകൾ, നല്ല അർത്ഥമുള്ള പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നല്ല സമ്പാദ്യം മാത്രം അവരെ ഭക്ഷിപ്പിക്കുക, അത് നമുക്ക് മക്കളോടുള്ള ഏറ്റവും വലിയ ബാധ്യതയാണ്. നല്ല സമ്പാദ്യം അവരെ ഭക്ഷിപ്പിക്കുക. ഇത്തഖുല്ലാഹ, സലഫുകൾ ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നൽകാറുള്ള ഉപദേശമാണ്. അവര് റിസ്ക് തേടി കച്ചവടത്തിന് വേണ്ടി ദൂരയാത്രകൾ ചെയ്യുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പൊ ഭാര്യമാർ കൊടുക്കുന്ന ഉപദേശമായിരുന്നു എന്ത്? നിങ്ങൾ ഹറാമുകളുമായി എന്ത് ചെയ്യരുത്, വീട്ടിലേക്ക് തിരിച്ചു വരരുത്. ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാം, വലാ നസ്ബിറു അലന്നാർ, പക്ഷേ നരകത്തിന്റെ ശിക്ഷ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ സഹിച്ചോളാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ ഹറാമിന്റെ മുതലുമായി നിങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വരരുത്. അപ്പൊ നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് നൽകണം. നിങ്ങൾ മക്കൾക്ക് നമസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. ഒരു ഗൃഹനാഥന്റെ ബാധ്യതയാണ്. ഇവിടെ രക്ഷിതാക്കളുണ്ട്, അതേപോലെ സഹോദരിമാരുണ്ട്. നമുക്കുള്ള ബാധ്യതയാണെന്ത്? മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു നിയന്ത്രണാധികാരമുണ്ട്. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കണം. സുബൈ നമസ്കാരങ്ങൾ പലരും എന്ത് ചെയ്യാണ്, അവർക്ക് സുബൈ നമസ്കാരങ്ങൾ മിസ്സാവുകയാണ്. അതിന് സമയം തെറ്റിയാണ് പലപ്പോഴും നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളോട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി കൽപ്പിക്കണം. എന്നിട്ട് ഖുർആൻ പറയുന്നത്, ലാ നസ്അലുക റിസ്ഖൻ, നിങ്ങളോട് നാം റിസ്ഖ് ചോദിക്കുന്നില്ല, നഹ്നു നർസുഖുക, നാമാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്. അപ്പൊ നിസ്കാരത്തിന് റിസ്ഖുമായി ബന്ധമുണ്ട്. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് ആരാധനകൾ നിബിഡമായി അള്ളാഹുവോട് തഖ്വയിൽ അള്ളാഹുവിനോട് കൂടുതൽ എടുത്താൽ അള്ളാഹു നമ്മൾ അറിയാതെ നമുക്ക് റിസ്ഖ് തരുന്നതാണ്. അഭൗതികമായ വഴിയിൽ നമുക്ക് അതിലൊരു ഖൈറും ബറക്കത്തും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. നമുക്കറിയാം, ഒരു വാപ്പ മകന് നൽകിയ ധാരാളം ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിലുണ്ട്. ഏതാണ് ആ വാപ്പ? ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന ഒരു വാപ്പ. സൂറത്ത് ലുഖ്മാൻ എടുത്തു നോക്കി, അതിന്റെ പരിഭാഷ ഇങ്ങനെ എടുത്തു നോക്കി, അതിന്റെ 2ാമത്തെ പേജ് മുതൽ ഒരു വാപ്പ മകന് കൊടുക്കുന്ന ഉപദേശം എന്താ? വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് ഉപദേശങ്ങൾ നൽകിയപ്പോൾ 1ാമത് കൊടുത്ത ഉപദേശം എന്താണ്? യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ, ലാ തുശ്രിക് ബില്ലാഹ്. വളരെ സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഒന്നിനെയും ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് എന്നത് അത് വമ്പിച്ച അക്രമമാകുന്നു. അതാണ് 1ാമത്തെ ഉപദേശം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. നമ്മുടെ പരീക്ഷണ ഘട്ടങ്ങൾ, രോഗം മാറാൻ, മക്കളില്ലാതെ, ഇങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രതിസന്ധിയും പരീക്ഷണവും അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ആരോടാണ് ഷെയർ ചെയ്യേണ്ടത്? ആർക്ക് മുമ്പിലാണ് ബോധിപ്പിക്കേണ്ടത്? അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം. അതിൽ മറ്റൊരാളെയും പങ്കു ചേർക്കരുത്. നമ്മുടെ ആഗ്രഹ സഫലീകരണങ്ങൾ ദുആ ആയി നമ്മൾ പറയുന്നു. മകളുടെ കല്യാണം, മകന്റെ ജോലി, എല്ലാം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ്. അല്ലാത്ത ഒരു പടപ്പിന്റെ മുമ്പിലേക്കും അത് വഴിമാറിപ്പോകാൻ പാടില്ല. ഇബാദത്തിന്റെ ഏത് വശാണെങ്കിലും അതിലേറ്റവും പ്രധാനം നമ്മുടെ പ്രാർത്ഥനകളാണ്. അത് ഇബാദത്താണ്, ആരാധനയാണ്. ആരാധന എങ്ങനെയാണ്? നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ ഏകനായ റബ്ബിനല്ലാതെ വേറെ ഏത് പടപ്പിന്റെ മുമ്പിലാണ് ആരാധനകൾ നിർവഹിക്കാൻ പറ്റുക? അതിന്റെ ലോജിക്ക് എന്താണ്? അതിനെന്തു പ്രമാണമാണുള്ളത്? അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് ആരാധനകൾ മുഴുവൻ സമർപ്പിക്കേണ്ടത്. അത് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യരുത്, അത് വഴിമാറിപ്പോകാൻ പാടില്ല. അത് നേർച്ചയാകട്ടെ, വഴിപാടാകട്ടെ, തവക്കുലാകട്ടെ, സത്യം ചെയ്യലുകളാകട്ടെ, ബലികർമ്മമാകട്ടെ, ഏതാകട്ടെ, അത് റഹ്മാനായ റബ്ബിന് മാത്രം. ആ റബ്ബാണ് നമുക്ക് വായു നൽകിയത്, കുടിക്കാൻ വെള്ളം തന്നത്, വസ്ത്രം നൽകിയത്, പാർപ്പിടം നൽകിയത്. ആ റഹ്മാനായ റബ്ബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അക്രമമാണ് യഥാർത്ഥത്തിൽ എന്ത്? എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചെന്ത് ചെയ്യുക? അല്ലല്ലാത്തവരോട് ദുആ ചെയ്യുക, അല്ലല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുക. നമ്മുടെ നാടുകളിൽ ഖബറുകൾക്ക് മുമ്പിൽ, ജാരങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹങ്ങൾ ബോധിപ്പിക്കുന്ന ആളുകൾ, കണ്ണുനീരൊലിപ്പിച്ച് ആ നിലക്കുള്ള ദുആ ഇറക്കുന്ന ആളുകൾ, എത്ര വലിയ അക്രമമാണ്. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞതാണ്, ഇന്ന ശിർക, തീർച്ചയായും ശിർക്ക് എന്നത്, ബഹുദൈവ ആരാധന എന്നത്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ലദുൽമുൻ അദീം എന്നാണ്, വമ്പിച്ച അക്രമമാണത്.
കാരണം അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് ആ നിലയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ട് എന്ത് ചെയ്യുക, കൂറ് മറ്റൊരാളോട് കാണിക്കുക, തീർത്തും പടപ്പുകളോട് കാണിക്കുക. എന്നിട്ട് എത്ര ഉപദേശങ്ങളാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്നത്. ഒരുപാട് ഉപദേശങ്ങൾ മകന് കൊടുക്കുന്നുണ്ട്. അത് മാതാപിതാക്കളോട് ആ നിലക്ക് നന്മയിൽ പെരുമാറാൻ വേണ്ടി. അതേപോലെ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുക്കുന്നത് യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, നീ ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ ഫതകും ഫീ സഖറത്തിൻ, അതൊരു പാറക്കുള്ളിലോ അല്ലെങ്കിൽ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, അത് ഭൂമിയിൽ എവിടെയെങ്കിലും ആകാശത്ത് എവിടെയെങ്കിലും ആയാൽ യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരും. ഒരു തിന്മ ചെയ്തു, സ്വകാര്യ നിമിഷത്തിലാണ്, മൊബൈലിലാണ്, ഇങ്ങനെ സ്ക്രീനിൽ ഒരു തിന്മ ചെയ്തു. ഒരു മകന് കൊടുക്കുന്ന ഉപദേശമാണ്. ഇന്ന് തിന്മകൾക്കുള്ള ആ സാധ്യതകൾ കൂടുതലാണ്. നമ്മുടെ രാത്രി ഉറങ്ങാൻ കിടന്ന് 11 മണി, പിന്നെ നമ്മൾ ആരുമില്ല, ഒറ്റക്കാണ്. നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ളയിടത്തൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സെർച്ച് ചെയ്ത് പോകാം, ഏത് സൈറ്റുകളിലും പോകാം. ഇന്റർനെറ്റ് ഇഷ്ടം പോലെയുണ്ട്, വൈഫൈ ഉണ്ട്, പക്ഷെ അവിടെ ആരും കാണാനില്ല. അവിടെ ഒരു റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധം, അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുത്തത്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു നിഗൂഢമായി അറിയുന്നവനാണ്. വാപ്പ അറിയുന്നില്ലെങ്കിലും ഉമ്മ അറിയുന്നില്ലെങ്കിലും നമ്മൾ ആ സെർച്ച് എഞ്ചിനിൽ നമ്മൾ സെർച്ച് ചെയ്ത ആ നമ്മൾ കടന്നുപോയ അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോകളും അശ്ലീല സംസാരങ്ങളും എഴുത്തുകളും എല്ലാം റെക്കോർഡിക്കലാക്കി എന്ത് ചെയ്യും, നാളെ പരലോകത്ത് ചുരുളഴിയുന്ന ഒരു ലോകം അല്ലെ. അല്ലാഹു യഅലമു ഖായിനത്തുൽ അയ്യുൻ വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവനാണ്. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുത്ത ഉപദേശം. അതുകൊണ്ട് ഏത് തിന്മ നീ ചെയ്താലും, അത് എവിടെയായിരുന്നാലും പരലോകത്ത് ആ തിന്മയെ അല്ലാഹു കൊണ്ടുവരും എന്നതാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുത്തത്. അതേപോലെ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ കിബർ കാണിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം, മക്കളുടെ കാര്യത്തിൽ ആളുകൾ പുതിയ ട്രെൻഡുകൾക്കനുസരിച്ചാണ് പോകുന്നത്. ന്യൂ ഇയർ ആഘോഷിച്ചത് നമ്മുടെ കുട്ടികളാണ്, ക്രിസ്മസ് ആഘോഷിച്ചത് നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ മക്കളാണ്. എല്ലാത്തിനെയും പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ കൾച്ചർ നമ്മുടെ കുട്ടികളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്തുണ്ടെങ്കിലും വിവാഹവും അതേപോലെ തന്നെ അത്തരം മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും എല്ലാം അത് കാലത്തിന്റെ ട്രെൻഡിനനുസരിച്ച് എല്ലാം ആഘോഷിക്കുന്ന, ആഘോഷമയമാക്കുന്ന ഒരു പുതിയ കാലഘട്ടം. അതിൽ ലഹരി സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്നു, DJ പാർട്ടികൾ സംഘടിപ്പിക്കപ്പെടുന്നു, സംഗീതങ്ങൾ ഒരുക്കപ്പെടുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് മരിച്ചു പോകേണ്ട തടിയാണ് നമ്മുടെ ഓരോരുത്തരെയും തടി. അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ നന്മകൾ മാത്രമാണ്. ഈ തിന്മകളുടെ ഈ പാപഭാരങ്ങൾ ഏറ്റെടുത്ത് പരലോകത്ത് നമ്മൾ വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം തിരുത്തലുകൾ കുടുംബത്തിൽ നടത്തേണ്ടവർ രക്ഷിതാക്കളാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധങ്ങളായ ഹദീസുകളിൽ നമ്മളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ അവൻ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് എന്ന് പോലും നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം, പരിശോധിക്കണം. റസൂൽ പറഞ്ഞു ഫൽയൻദുർ മൻ യുഖാലിൽ, അവർ ആരുടെ കൂടെയാണ് നമ്മുടെ നാട്ടിൽ കൂട്ടുകൂടുന്നത്, രാത്രികാലങ്ങളിൽ എവിടെയാണ് പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത്, നമ്മൾ ചോദിക്കണം, അന്വേഷിക്കണം, അത് അറിയണം. ആ നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വലിയ സങ്കടപ്പെടേണ്ട അവസ്ഥകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മൾ കേൾക്കുന്ന വാർത്തകളും വിവരങ്ങളും ഒക്കെ നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന അവസ്ഥകൾ ഉണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പ്രവർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും മക്കൾക്ക് വേണ്ടിയാണ് ജീവിതം എന്നാണ് പല രക്ഷിതാക്കളും പറയാറുള്ളത്. ഗൾഫ് നാടുകളിലൊക്കെ കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിയുന്ന പല രക്ഷിതാക്കൾ, ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകൾ, തലക്കെ നരച്ച് ആ ശാരീരികമായ ആ ഒരു പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോഴും ആളുകൾ എന്തിനാണ് ഇനിയുമെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഉത്തരം മക്കൾ, കുടുംബം എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ആ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിൽ, ആ മക്കൾ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ 40 കൊല്ലത്തെ 50 കൊല്ലത്തെ ദീർഘമായ പ്രവാസ ജീവിതം
നമുക്ക് എവിടെയാണ് ഉപകാരപ്പെടുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ ഭൗതിക ജീവിതത്തിൽ അവരുടെ വിഷയത്തിലൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തുമ്പോഴും നമുക്ക് പരലോകത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ചില സ്വാർത്ഥതകൾ വരണം. അതാണ് സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താ, വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ എന്ത് ചെയ്യണം, ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ മക്കൾ, നമ്മുടെ ഇണ, നമ്മുടെ പേരൻസ്, നമ്മുടെ കുടുംബം എന്നത് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതോ പോലെ തന്നെ നമുക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ വഴികളിലേക്ക് പ്രവേശിക്കുന്നവരിൽ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബമൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവണം എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്നിട്ട് പറയുന്നത് വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദ്, കഠിന ഹൃദയരായ പരിശ സ്വഭാവികളായ മലക്കുകളാണ് അതിന് കാവൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ അവസാനമായി ഒരു പോയിന്റ് കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മൾ രക്ഷിതാക്കൾ എന്നതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കൾക്ക് നല്ല മാതൃകകളാകാൻ നമുക്ക് സാധിക്കണം. മിക്ക രക്ഷിതാക്കളും പരാജയപ്പെടുന്ന മേഖലയാണ്. മക്കൾ നമ്മളെ കണ്ടാണ് വളരുന്നതും പഠിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ നന്മ ഉപദേശിക്കുകയും രക്ഷിതാക്കൾ തിന്മ ചെയ്യുകയും ചെയ്താൽ അവർ ഒരിക്കലും നന്മ ചെയ്യുന്നവരാവുകയില്ല. നമ്മൾ മൊബൈലിൽ ഹറാമുകൾ കാണുന്ന ഒരാൾക്ക് എങ്ങനെ അവനോട് മൊബൈലിന്റെ കാര്യത്തിൽ ഉപദേശിക്കാൻ പറ്റും? അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ച് പോകുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ലഹരിയെ പറ്റി മക്കളോട് ഉപദേശിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ മക്കൾ എപ്പോഴും മാതൃകയായി സ്വീകരിക്കുക അവരുടെ പാരൻസിനെയാണ്, മക്കളെയാണ്. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും മക്കളെതിരാകുന്ന അവസ്ഥകൾ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ മാതൃകൾ പലപ്പോഴും പാരൻസിൽ നിന്നാണ് കളവുകൾ പഠിക്കുന്നത്. കൈ ചുരുട്ടി പിടിച്ച് ഇങ്ങ് വാ ഞാനിത് തരാമെന്ന് പറഞ്ഞ അബ്ദുല്ലാ ഇബ്നു ആമിറിനോട് അദ്ദേഹത്തിന്റെ ഉമ്മ വിളിക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നീ അവന് എന്തു നൽകാനാണ് വിചാരിക്കുന്നത്? ഇങ്ങ് വാ, ഞാൻ കയ്യിലൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിനെ വിളിച്ചത്. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, ഞാൻ കാരക്ക നൽകാനാണ് ഉദ്ദേശിച്ചത്, എന്റെ കയ്യിൽ കാരക്ക ഉണ്ട്. അപ്പൊ റസൂല പറഞ്ഞു, അമാ ഇന്നകി ലൗലം തുഅ്തീഹി ശൈഅൻ കുതിബത അലൈകി കദിബത്തു, നീ അവനെ ഒന്നും നൽകിയില്ലായിരുന്നെങ്കിൽ നിന്റെ മേൽ അതൊരു കളവായി രേഖപ്പെടുത്തുമായിരുന്നു. അതില് ആ ഉമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. റസൂല പറയണം, ഒന്നും നൽകാതിരുന്നെങ്കിൽ ഒരു കളവായി അത് രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നൽകാമെന്നോ ചെയ്യാമെന്നോ ഒക്കെ നമ്മൾ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നിറവേറ്റാൻ കഴിയണം. ആ നിലക്ക് മക്കളുടെ വിഷയത്തിൽ മാതൃകകളായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. നമ്മുടെ ഇബാദത്തുകളുടെ കാര്യത്തിൽ നമുക്ക് മാതൃക കാണാൻ പറ്റണം. നമ്മുടെ സുന്നത്തായ നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഒരു കണിശത എത്രത്തോളം ഈ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നു, അതിനനുസരിച്ചാണ് മക്കൾ മദ്രസയിൽ നിന്നും അതേപോലെ തന്നെ മറ്റു മതപാഠശാലയിൽ നിന്നും അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവരെ ജീവിതത്തിലേക്ക് പകർത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടി അത് കാണുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പ്രവാചകൻ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നു, മടിയിലിരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ഖുർആനും ഹദീസും ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അവരെ പഠനത്തിന്റെ മേഖലയിലേക്ക് മക്കളുടെ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അവർക്കുള്ള ആ നിലക്കുള്ള ഇൽമിയായ സദസ്സുകൾ, അതേപോലെയുള്ള മക്കൾക്ക് ദീനിയായ സംരംഭങ്ങൾ വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ ഇരു ലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന ആ നല്ല മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അല്ലാഹുവിനെ അവർക്കെല്ലാം അവരുടെ രോഗം പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അതേപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ചെറുവാടി എന്ന പ്രദേശത്ത് വെച്ചിട്ട് നബിദിനാഘോഷം, അതിൻ്റെ ഇസ്ലാമികമോ എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ട് ഒരു വൈജ്ഞാനികമായ സൗഹൃദമായ ഏറ്റവും നല്ല ഒരു ചർച്ച, ഒരു സംവദിക്കൽ നടക്കുകയാണ്. അത് തത്സമയം നമുക്ക് യൂട്യൂബിലും മറ്റുമൊക്കെ കാണാൻ കഴിയും. എല്ലാവരും ആ ഒരു സംവാദത്തെ വീക്ഷിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്തയും അതേപോലെ തന്നെ സലഫികളും തമ്മിലുള്ള ഒരു സംവദിക്കലാണ്, ആരോഗ്യപരമായ ഒരു സംവദിക്കലാണ്. അതിനെ നമ്മൾ കാര്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും കുടുംബസമേതം കേൾക്കാനും നമ്മൾ സന്നദ്ധരാകണം.
നമ്മുടെ കയ്യിലേക്കൊക്കെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യുകയും നമ്മൾ കാണുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم انا نسألك الجنة اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.